Hello dear students. ഇക്കൊല്ലം നമ്മൾ ക്ലാസ് തുടങ്ങുന്നത് മൂഡിൽ പ്ലാറ്റ്ഫോം ഓൺലൈൻ ക്ലാസ്സസ് വഴിയാണ്. ലോഗിനും പാസ്വേഡും നിങ്ങൾക്ക് ലഭിച്ചുവെന്ന് ഞാൻ കരുതുന്നു. ലോഗിൻ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും അല്ലേ? അവിടെ നിങ്ങൾക്ക് ഒത്തിരി ആക്ടിവിറ്റീസ് ടീച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓരോ ആക്ടിവിറ്റിയും നിങ്ങൾക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാഷ്ബോർഡിൽ നിങ്ങൾ എൻറോൾ ചെയ്യപ്പെട്ടിരിക്കുന്ന എല്ലാ കോഴ്സസും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏത് കോഴ്സാണോ നിങ്ങൾക്ക് എൻ്റർ ആവേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾക്ക് ടൈം ടേബിൾ, ഏത് ടൈമിൽ ഏത് ക്ലാസ്സിൽ കയറണം എന്നുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഒരു കോഴ്സിൽ നിങ്ങൾ എൻട്രി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വ്യൂ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അവിടെ റൈറ്റ് സൈഡിൽ ലേറ്റസ്റ്റ് അനൗൺസ്മെൻറ്റ് എന്ന് പറയുന്ന കോളത്തിൽ കീഴെ ടീച്ചേഴ്സ് കൊടുക്കുന്ന അനൗൺസ്മെൻറ്റ് നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കും. ഇനി നടുക്കത്തെ പാനലിൽ നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് കാണാൻ പറ്റും. സാധാരണ നിലയിൽ റെക്കോർഡഡ് വീഡിയോ ലെക്ചേഴ്സ്, ലൈവ് സെഷൻസ്, ആക്ടിവിറ്റീസ്, അസൈൻമെൻറ്റ്സ്, അതല്ലെങ്കിൽ ചാറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ്, ഇതൊക്കെയാണ് നോർമലി ടീച്ചേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഒരു കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ വിസിബിൾ ആയിരിക്കും. ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അതൊരു ടിക്ക് മാർക്കായിട്ട് മാറുന്നതായിരിക്കും. നിങ്ങൾ ഈ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തു എന്നതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ ആ ഒരു ബ്ലൂ ബട്ടൺ കാണുന്നുണ്ടല്ലോ, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ലൈവ് സെഷനാണ് എന്നുള്ളതാണ്. ലൈവ് സെഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. അവിടെ നിങ്ങൾക്ക് പച്ച കളറിൽ ഒരു ബട്ടൺ കാണാം, ജോയിൻ സെഷൻ എന്ന് പറഞ്ഞു. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ലൈവ് ചാറ്റ് റൂമിലേക്കായിരിക്കും, ഒരു വെർച്വൽ ക്ലാസ്സിലേക്കായിരിക്കും നിങ്ങൾ റീഡയറക്റ്റ് ചെയ്യപ്പെടുന്നത്. ഹാങ് ഔട്ടോ സൂമോ ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, അതുമാതിരി വേറൊരു പ്ലാറ്റ്ഫോം ആണ് ഈ ബിഗ് ബ്ലൂ ബട്ടൺ എന്ന് പറയുന്നത്. അവിടെയും നിങ്ങൾ ടീച്ചറായിട്ട് ലൈവ് ഇൻട്രാക്ഷൻ പോസിബിൾ ആക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ ഒരു പേജ് ഓപ്പൺ ആയി വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു പോപ്പപ്പ് ബോക്സ് കാണാം, മൈക്രോഫോൺ ലിസൺ ഓൺലി. മൈക്രോഫോൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈക്കും സ്പീക്കറും രണ്ടും ആക്ടിവേറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ടീച്ചറായിട്ട് ഇൻ്ററാക്ട് ചെയ്യാം. പ്രിഫറബിളി നിങ്ങൾ ലിസൺ ഓൺലി എന്ന് പറയുന്ന ലിങ്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ലിസൺ ഓൺലി ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഓഡിയോ ഓട്ടോമാറ്റിക്കലി മ്യൂട്ടായിരിക്കും. നിങ്ങൾക്കത് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഇൻ്ററാക്ട് ചെയ്യണമെങ്കിൽ താഴെ നമുക്കൊരു ചാറ്റ് ബോക്സ് കാണാം. സെൻഡ് മെസ്സേജ് ടു പബ്ലിക് ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടോ? അവിടെ നിങ്ങൾക്ക് മെസ്സേജസ് ടൈപ്പ് ചെയ്യാം. ടീച്ചേഴ്സിനത് വിസിബിൾ ആയിരിക്കും. അവരത് വായിച്ച് നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യും. ഒത്തിരി സ്റ്റുഡൻസ് ഒന്നിച്ച് മൈക്ക് ഓൺ ചെയ്തുള്ള ഡിസ്റ്റർബൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾക്ക് ടീച്ചറിന് നിങ്ങളെ കാണണം എന്ന് പറഞ്ഞാൽ ഷെയർഡ് വെബ് ക്യാം എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ വീഡിയോ ക്യാം ആക്റ്റീവ് ആവും. ടീച്ചറിന് നിങ്ങളെ വിസിബിൾ ആയിരിക്കും. ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യുക ആൻഡ് റിട്ടേൺ ബാക്ക്. ഓക്കെ, അപ്പോൾ വീഡിയോ ലൈവ് ക്ലാസ്സസ് എങ്ങനെയാണ്, യൂട്യൂബ് വീഡിയോ ലിങ്ക് എങ്ങനെ നിങ്ങൾക്ക് വിസിബിൾ ആവുമെന്ന് നമ്മൾ കണ്ടു. ഓക്കെ, ഇനി തിരിച്ച് നമുക്ക് വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ എന്ന് നോക്കാം.
അടുത്തതാണ് ലെഫ്റ്റ് സൈഡിൽ നിങ്ങളൊരു ബ്ലൂ ബട്ടൺ കഴിഞ്ഞ് നെക്സ്റ്റ് കാണുന്ന ഒരു ബോക്സ് കണ്ടില്ലേ, അത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്റ്റഡി മെറ്റീരിയലാണ്. വേർഡ് ഫയലോ പവർ പോയിന്റോ PDF എന്തെങ്കിലും മെറ്റീരിയൽ ടീച്ചേഴ്സ് നിങ്ങൾക്ക് റെഫറൻസിന് തരുന്നുണ്ടെങ്കിൽ അത് ഫയൽ അപ്ലോഡ് വഴി വരുന്ന ഒരു ഓപ്ഷനാണത്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ആവും. നിങ്ങൾക്കത് പിന്നെ യൂസ് ചെയ്യാം. റെഫറൻസ് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, ഇനി താഴെ കാണാമല്ലോ, അവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട് ആ ഒരു ഫയൽ. ഇനി നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ഉള്ളതാണ് അസൈൻമെൻറ്റ്. ടീച്ചേഴ്സ് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന അസൈൻമെൻറ്റ് വ്യൂ ചെയ്യണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കാണാം സബ്മിഷൻ സ്റ്റേറ്റസ്, ഗ്രേഡിംഗ് സ്റ്റേറ്റസ്, ഡ്യൂ ഡേറ്റ് എന്നാണ് എന്നുള്ളത് ഡീറ്റെയിൽസ് കാണാം. ഇപ്പോൾ ഒരു സബ്മിഷൻ ചെയ്യണമെങ്കിൽ ആഡ് സബ്മിഷൻ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കാണാം. ഈ പേജിൽ നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾ ഫയൽ സേവ് ചെയ്തിരിക്കുന്നത് ആ ഒരു ലൊക്കേഷനിൽ പോയി ആ ഫയൽ ക്ലിക്ക് ചെയ്ത് ഈ ബ്ലൂ ബട്ടൻ്റെ അവിടേക്ക്, ബ്ലൂ ഡൗൺ ആരോ കാണുന്നില്ലേ, ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിലേക്ക് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ അപ്ലോഡ് ആവും. അല്ലെങ്കിൽ ഈ കാണുന്ന ഫയൽ എന്ന് പറയുന്ന ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഇതുമാതിരി ഒരു പോപ്പ് ബോക്സ് വരും. അവിടെ നമുക്ക് ഫയൽ ലൊക്കേഷൻ ചൂസ് ഫയൽ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് ഒരു ഫയൽ ലൊക്കേഷന് ഫയൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് അപ്ലോഡ് ദിസ് ഫയൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ അറ്റാച്ച് ആയിക്കോളും. ഇനി നിങ്ങൾ ഹാൻഡ് റിട്ടൺ ആയിട്ടാണ് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാണ്ട് നിങ്ങൾ ഹാൻഡ് റിട്ടൺ ആയിട്ടാണ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ മൊബൈൽ ഫോണിൽ ക്യാം സ്കാനർ എന്ന് പറയുന്ന ഒരു ആപ്പ് അവൈലബിൾ ആണ്. ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോ എടുത്തിട്ട് മൾട്ടിപ്പിൾ ഫോട്ടോസിനെ ഒരു സിംഗിൾ PDF ഫയലായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിരിക്കും. അപ്ലോഡ് ഫയൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അത് നിങ്ങളുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ സേവ് ചേഞ്ചസും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അസൈൻമെൻറ്റ് സബ്മിറ്റായി. അസൈൻമെൻറ്റ് വൺസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ റീസബ്മിറ്റ് ചെയ്യാനോ ഉള്ള ഓപ്ഷൻ ഉണ്ടാവും സബ്മിഷൻ ഡ്യൂ ഡേറ്റ് വരുന്നത് വരെ. ഓക്കെ, അപ്പോൾ എഡിറ്റ് സബ്മിഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിഷൻ റീസബ്മിറ്റ് ചെയ്യാനോ സബ്മിറ്റ് ചെയ്തിരിക്കുന്നതിനെ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റിമൂവ് സബ്മിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഫയൽ റിമൂവ് ചെയ്ത് തിരിച്ച് റീസബ്മിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സബ്മിഷൻ ഡേറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രേഡ് കാണാം, അതേമാതിരി ടീച്ചേഴ്സ് തരുന്ന കമൻറ്റ് കാണാൻ പോസിബിൾ ആയിരിക്കും. സോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള അടുത്തൊരു ആക്ടിവിറ്റി ടീച്ചേഴ്സ് തരാൻ ചാൻസ് ഉള്ള ഒരു ആക്ടിവിറ്റിയാണ് ചാറ്റ് ബോക്സ്. നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സിമ്പിൾസ്, ആ ടെക്സ്റ്റിൻ്റെ സൈഡിൽ കാണുന്ന സിമ്പിൾസ് വെച്ച് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ചാറ്റ് ആണെങ്കിൽ ക്ലിക്ക് ഹിയർ ടു എൻ്റർ ദ ചാറ്റ് റൂം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചാറ്റ് റൂമിലേക്ക് നിങ്ങളെ റീഡയറക്റ്റ് ചെയ്തോളും. ഓക്കെ, ദാറ്റ് വിൽ ബി എ സെപ്പറേറ്റ് വിൻഡോ. വൺസ് ചാറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീച്ചർ ചാറ്റ് ക്ലോസ് ചെയ്തോളാൻ പറഞ്ഞാൽ ആ ഒരു വിൻഡോ ക്ലോസ് ചെയ്ത് കളയാം. ദാറ്റ്സ് ഓൾ. ഇനി അടുത്തതാണ് നിങ്ങളുടെ അസസ്മെൻറ്റിന് വേണ്ടി ഞങ്ങൾ യൂസ് ചെയ്യുന്നതാണ് ക്വിസ്. ഓക്കെ, അപ്പം ഈ ഒരു ടിക്ക് ബോക്സ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പേപ്പർ അതിൻ്റെ മുകളിൽ ഒരു ടിക്ക് കണ്ടു കഴിഞ്ഞാൽ അതൊരു ക്വിസ്സാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാം. ഒരു ഇവാലുവേഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ വായിച്ചു നോക്കുക, അറ്റംപ്റ്റ്സ് അലൗഡ്, എത്ര അറ്റംപ്റ്റ്സ് നിങ്ങൾക്ക് പെർമിറ്റഡ് ആണ്, ക്വിസ് എപ്പോൾ ഓപ്പൺ ആണ്, ക്വിസ് ഏത് ടൈം വരെ ഓപ്പൺ ആണ്, ടൈം ലിമിറ്റ്, ക്വിസ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ടൈം ലിമിറ്റ്, അതേമാതിരി ഗ്രേഡിംഗ് ടെക്നിക്സ്, ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ വിസിബിൾ ആയിട്ടുണ്ടാവും. ഓക്കെ, അത് വായിച്ചു നോക്കുക. എത്ര ടൈമാണ്, എത്ര അറ്റംപ്റ്റ്സ് നിങ്ങൾക്ക് പെർമിറ്റഡ് ആണ്. 2 attempts എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം നിങ്ങൾക്ക് ക്വിസ് അറ്റംപ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടെന്നാണ് അർത്ഥം. ഇനി ക്വിസ് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി അറ്റംപ്റ്റ് ക്വിസ് നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഒരു പോപ്പപ്പ് കാണാം, അതിൽ സ്റ്റാർട്ട് അറ്റംപ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾ ക്വിസ് പേജിലേക്ക് വന്നു. നിങ്ങൾക്ക് അറ്റംപ്റ്റ് നിങ്ങളുടെ ആൻസർ ഏതാണോ എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ക്വസ്റ്റ്യൻസ് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഇതിപ്പോൾ നെക്സ്റ്റ് നിങ്ങൾ കാണുന്നത് ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. യു വിൽ ബി ഏബിൾ ടു റൈറ്റ് ആൻ ആൻസർ. എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക്
ഫിനിഷ് അറ്റംപ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ക്വസ്റ്റിൻ്റെയും സ്റ്റേറ്റസ് അവിടെ വിസിബിൾ ആയിരിക്കും. റിട്ടേൺ ടു അറ്റംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീ അറ്റംപ്റ്റ് ചെയ്യാൻ, അവിടെ നമ്മൾ 2 അറ്റംപ്റ്റ് പെർമിറ്റഡ് ആയിരുന്നു, റീ അറ്റംപ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇനി റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഒരു ടാബ് കാണാം, ക്വിസ് നാവിഗേഷൻ എന്ന് പറഞ്ഞിട്ട്. അവിടെ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ അവിടെ കാണാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഫ്ലിപ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് സബ്മിറ്റ് ഓൾ ആൻഡ് ഫിനിഷ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. തിരിച്ച് നിങ്ങൾക്കൊരു പോപ്പ് ബോക്സ് വരും. അതിൻ്റെ അകത്ത് സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വിസ് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇവാലുവേഷൻ കാണാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് വിസിബിളാണ്. ഇനിയും നിങ്ങൾക്ക് ടൈമുണ്ട്. റീ അറ്റംപ്റ്റ് ചെയ്യാനുള്ള പെർമിഷനുണ്ട്. 2 ടൈംസ് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റീ അറ്റംപ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാവുന്നതല്ല. സോ ഇത്രയൊക്കെയാണ് ബേസിക്കായിട്ട് നിങ്ങൾക്ക് അസൈൻ ചെയ്ത് കിട്ടാൻ ഉള്ള ആക്ടിവിറ്റീസ്. അപ്പോൾ ഒരു ഐഡിയ കിട്ടി നിങ്ങൾ എങ്ങനെയാണ് മൂഡിൽ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് നിങ്ങൾ അസസ് ചെയ്യാൻ പോകുന്നതെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ ഗ്രേറ്റ് ടൈം. ഹാവ് ഗ്രേറ്റ് ലേണിംഗ്.